അളിയന് അറിയില്ല? ഇവിടെ അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ല. ഇനി പിന്നെ നിന്നെ ഞാൻ ഇനി അങ്ങനെയുള്ള പ്രശ്നമാണോ? എന്താ പ്രശ്നം? ഇവര് അമ്മാവനെ തേടി വന്നാ. എന്തിനു? ഇത് എന്താ കേക്കണത്? എടാ ശരിക്കും സത്യം തന്നെയാണ് അവര് പറഞ്ഞത്. നിനക്ക് എന്ത്? പിന്നെ അവർക്ക് ഭ്രാന്താ അവിടെ നിന്ന് ഇവിടെ വരെ വരാൻ. അല്ല എന്നാലും അമ്മാവൻ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ആദ്യം കണ്ടപ്പോ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. ഞാൻ ഈ പാവത്തിനെ സംശയിച്ചു. അത് പിന്നെ എല്ലാവർക്കും കൊട്ടാനായിട്ടൊരു ചെണ്ട ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടല്ലടാ. അതുകൊണ്ടല്ല. ഇത് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമല്ലേ. നമ്മളെല്ലാരും എത്രയും നാളുകൊണ്ട് അമ്മാവനൊരു കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നു. അപ്പൊ അമ്മാവനൊരു കാര്യം നമ്മളടുത്ത് പറയണമായിരുന്നു. ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ ഇതുവരെ? അതെങ്ങനെ മാസാമാസം തീർത്ഥയാത്ര? അയ്യോ, ഞാൻ ആലോചിക്കണത് ഏത് ദൈവത്തിൻ്റെ അടുത്താണ് ഈ പോണത്? മാസാമാസം പോണത്. ആളുകൾ വർഷത്തിൽ ഒരിക്കൽ പോവും, അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ പോവും. ഇത് എപ്പോൾ ചോദിച്ചാലും ഒരു യാത്ര. ഇപ്പോൾ എനിക്കൊരു സംഗതി ഓർമ്മ വന്നത്. ഒരു 2 മാസം മുമ്പ് നമ്മുടെ പാർട്ടിയുടെ ട്രഷറർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഈ കമ്മാവനെ ചവറയിൽ വെച്ച് ട്രഷറർ കണ്ട് ട്രഷറർ കൈയെടുത്ത് കാണിച്ചു. പുള്ളിക്ക് നല്ലപോലെ അറിയാം ആളിനെ. കൈയെടുത്ത് കാണിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ പോയി. അപ്പം എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ പറയാം, അമ്മാവൻ അങ്ങനെ ഉള്ള ആളല്ല. കണ്ട ട്രഷറർ നിങ്ങളെ സംസാരിച്ചിട്ടേ പോവുള്ളൂ, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. നിങ്ങളിത് അന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് പറയാൻ ഞാൻ വിശ്വസിച്ചു അമ്മാവന് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണെന്ന്. പിന്നെ അല്ലാണ്ട് എന്തായാലും ഈയിടെയായിട്ട് അമ്മാവന് നല്ല മാറ്റമുണ്ട്. ഇന്ന് രാവിലെ കണ്ണാടി നോക്കിയിട്ട് കണ്ട അമ്മാവൻ എടുത്തിട്ട് പോയില്ലേ? ഏട്ടൻ ഞാൻ നോക്കിയപ്പോ എന്താ കണ്ടത്? ഡൈ അടിക്കുന്നു. ഇതെന്താ എനിക്ക് ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയുള്ള പൊട്ട ബുദ്ധികൾ തോന്നണത്? എവിടെ പോയിരിക്കണേ? യമന്തിയേ, യമന്തിയേ, ആ നീ ഇന്ന് പോയില്ലേ? എന്താ അവിടെ? എന്താ ലീവ് വന്ന്? ആ നിങ്ങളെല്ലാവരും അവിടെ? എന്താ അവിടെ ഒരു ചർച്ച? എന്താ പോവാൻ? നീയൊന്നും പോയില്ലേ? ഇന്ന് എന്ത് പരിപാടി? അവിടെ എന്നാ ലീവാണെങ്കിൽ ഒന്ന് പറയണ്ടേ നീ? എന്തിയേ, നാളെ എനിക്ക് കണ്ണൂർ വരെ പോകണം. 2 ദിവസം കഴിഞ്ഞിട്ട് വരും. പാറശിനിക്കടവിലൊന്ന് പോകണം. കണ്ണൂരാണോ കൊല്ലത്താണോ? പാറശിനിക്കടവ് കണ്ണൂരില്ലടാ. ഈ ചവറയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചവറ കൊല്ലത്താ. കൊറ്റങ്ങളെ കുറിച്ച് നല്ല അമ്പലാടാ. ഞാൻ കൊല്ലം പോകാറുണ്ട് അവിടെ. ഈ മറ്റേ ആണുങ്ങൾ പെണ്ണുവേഷം കെട്ടിയിട്ടൊക്കെ ഉള്ള ഉത്സവമാണ് അവിടെ. ഭയങ്കര ഭക്തി, നല്ല ശക്തിയുള്ള ദേവി. എന്താ വേഷം കെട്ടും? വേഷം കെട്ടിട്ട് അതൊരു ആചാരമാണെന്ന് തോന്നുന്നു. നല്ലതാ, വേഷം കെട്ട് നല്ലതാ. ഈ കൊല്ലമല്ലേ അവിടെ ഉത്സവം നടക്കാറുള്ളത്? അതെ. മാസാമാസം ഒന്നുമില്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെ ഉത്സവത്തിന് മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ച മാധവണ്ടല്ലോ, അവനെ കൊല്ലത്താണ് ഇപ്പൊ ജോലി. അപ്പൊ അവൻ വിളിക്കുമ്പോ അവിടെ പോവും. അങ്ങനെ അവന്റെ കൂടെ ഉത്സവത്തിന് പോകും. കൂട്ടുകാരനുമായി. മറ്റേത് ആദ്യം തൊഴാനാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ കൂട്ടുകാരനുമായി. അല്ല, അങ്ങനെയല്ല. എത്ര ദൂരമുള്ള സ്ഥലത്തേക്ക് നമുക്ക് എപ്പോഴും പറ്റില്ലല്ലോ. അവൻ കാരനാണ് ഞാൻ അവിടെ പോയിട്ട് അവന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അങ്ങനെ പോയി തൊഴും. അല്ല, അവിടെ മാത്രമേ പോകാറുള്ളൂ. അത് പക്ഷെ അതിനടുത്തുള്ള വേറെ വീടുകളിലൊന്നും പോകാറില്ല. വേറെ ഇപ്പൊ അവിടെ അടുത്ത് വേറെ അങ്ങനെ ആരായിട്ടും പരിചയമൊന്നും ഒരു പരിചയമില്ല. എന്തേ? എത്ര നാളായി ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ ഒരു ചുറ്റിക്കളി തുടങ്ങിയിട്ട്? ചുറ്റിക്കളിയോ? അതെന്താ നീ ഒരു അർത്ഥം വെച്ച് പറയണേ? പിന്നെ എങ്ങനെ പറയണം? എന്തവൻ പറയണേ? എന്തേ ചുറ്റിക്കളി എന്നൊക്കെ പറഞ്ഞ? എന്താ അവന് ഭ്രാന്തുണ്ട്? ഭ്രാന്താർക്ക് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയാ, വന്നവര് വളരെ മര്യാദക്കാരായോണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. സഭ്യമായിട്ട് മാധവൻ വന്ന അവിടെ അവൻ മാന്യനാട്ടോ. അല്ലെങ്കിലും അവൻ മാത്രമാണ് കൂടെ പഠിക്കണ. ഇടയ്ക്കിടയ്ക്ക് അവരെല്ലാം മാന്യന്മാരാണ്, നമ്മളിപ്പോ മോശക്കാരായിക്കൊണ്ടിരിക്കുക. അതെ. എന്തേ അമ്മാവ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ഇങ്ങനെ സംസാരിക്കല്ലേ? കൊല്ലത്ത് കൊറ്റങ്ങൾ വരെ പോകാറുണ്ടോ? അപ്പൊ അതല്ലേ പറഞ്ഞ് ഞാൻ പോവാറുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്കല്ലേ ഒട്ടും വിശ്വാസമില്ലായിരുന്നേ?
ഇതൊക്കെ തന്നെയാണ് ഞാൻ അല്ല പറയുന്നത്. നീ കാര്യം പറ, എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായി, എന്താ സംഭവം? അല്ലയാ, നീ ഒരു ഫോൺ എടുത്ത് വിളിച്ച്. അല്ലടാ അതെ, ഞാൻ പറഞ്ഞത് വെച്ചാല് ഏകദേശം പുള്ളി തന്നെ ഒരു മാറ്റമല്ല.